BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മറ്റത്തൂർ പഞ്ചായത്തിൽ UDF അധികാരം പിടിച്ചത് രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടരാജി പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് വിമതന്റെയും BJPയുടെയും പിന്തുണയിൽ ഭരണം ഉറപ്പാക്കുകയും ചെയ്തു. കോൺഗ്രസ് വിമതിയായി വിജയിച്ച വ്യക്തി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF ഭരിക്കുന്ന പഞ്ചായത്താണ് മറ്റത്തൂർ. ഇവിടെ LDFന് 10 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് 8 അംഗങ്ങളും BJPക്ക് 4 അംഗങ്ങളും. കോൺഗ്രസിന്റെ 2 വിമതരും വിജയിച്ചിരുന്നു. ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന്റെ 8 അംഗങ്ങളും DCC അധ്യക്ഷന് രാജിക്കത്ത് നൽകി. കത്ത് ലഭിച്ചില്ലെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. വിമതരായി മത്സരിച്ചവരെ തിരിച്ചെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി എന്നാണ് 8 അംഗങ്ങളും വ്യക്തമാക്കിയത്. എന്നാൽ അധികാരത്തിൽ നിന്ന് LDFനെ പുറത്താക്കാനുള്ള വളഞ്ഞ വഴി സ്വീകരിച്ചതാണെന്ന് വിമർശനമുണ്ട്. വിമതരിൽ ഒരാൾ UDFനും ഒരാൾ LDFനും പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ UDFന്റെ ഭാഗത്ത് 9 പേരായി. BJPയുടെ 4 അംഗങ്ങൾ കൂടി പിന്തുണച്ചതോടെ 13 അംഗങ്ങളുടെ പിന്തുണ കിട്ടി. എന്നാൽ പ്രസിഡന്റ് വോട്ടെടുപ്പിൽ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി. 12 വോട്ട് നേടിയാണ് കോൺഗ്രസ് വിമത ടെസ്സി ജോസ് കല്ലറയ്ക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫലത്തിൽ UDF BJP സഖ്യമാണ് മറ്റത്തൂരിൽ. എന്നാൽ രാജിവെച്ച് എന്ന കാരണം ചൂണ്ടി നേതൃത്വത്തിന് ഇത് നിഷേധിക്കാം. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചത് SDPI അംഗങ്ങളുടെ പിന്തുണയോടെയാണ്. ഇവിടെ AM നിതീഷ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പത്തനംതിട്ടയിലെ കോട്ടങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണ ലഭിച്ചതോടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട UDF അംഗം രാജിവെച്ചിരിക്കെയാണ് ചൊവ്വന്നൂരിൽ പിന്തുണ സ്വീകരിച്ചത്. ചൊവ്വന്നൂരിൽ UDFന് 5 സീറ്റാണുള്ളത്. LDFന് 6 സീറ്റുണ്ട്. SDPIക്ക് 2 സീറ്റും BJPക്ക് 1 സീറ്റുമാണ്. ഇവിടെ ഏറ്റവും വലിയ കക്ഷി LDF ആണ്. എന്നാൽ SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ചിത്രം മാറി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP വിട്ടുനിന്നു. SDPIയുടെ ഷാമില കബീർ, ഷഹീദ് എന്നിവർ നിതീഷിന് വോട്ട് ചെയ്തു. പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയ്ക്കുന്ന കക്ഷിക്കാണ് ഭരിക്കാൻ സാധിക്കുക. കഴിഞ്ഞ 5 വർഷവും ഇതേ അവസ്ഥയായിരുന്നു. ഇന്ന് SDPI പിന്തുണച്ചത് LDFനെയാണ്. ഇത്തവണ അവർ UDFന് പിന്തുണ നൽകി. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് രാജിവെച്ചു. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ അംഗങ്ങൾ വീണ്ടും വോട്ട് ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് SDPI പിന്തുണ സ്വീകരിക്കാത്തത് എന്നാണ് LDFന്റെ ആരോപണം. അതേസമയം മൂപ്പയ്യനാട് പഞ്ചായത്തിലും വൻ ട്വിസ്റ്റാണ്. LDF പിടിച്ചെടുത്ത പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിച്ചു. UDFിലെ സുധയാണ് മൂപ്പയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ്. UDFിൽ നിന്ന് 25 വർഷത്തിനു ശേഷം LDF പിടിച്ചെടുത്ത പഞ്ചായത്താണ് മൂപ്പയ്യനാട്. LDFന് 9ഉം UDFന് 8ഉം അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വോട്ട് അസാധുവായതോടെയാണ് ഇവിടെ നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നത്. നറുക്ക് UDFന് വീണതോടെ 8 അംഗങ്ങളുള്ള UDF പഞ്ചായത്ത് ഭരിക്കും. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.